പ്രിയങ്കരനായ അധ്യക്ഷൻ CTS ഷംസുദ്ദീൻ, പ്രിയങ്കരനായ ഈ നാടിൻ്റെ അഭിമാനവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുമായ CPJ ജോസഫ് സാർ, വേദിയിലുള്ള പ്രിയപ്പെട്ട ജാഥ അംഗങ്ങളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലൊരു പുതുയുഗപ്പിറവിക്കായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും കാത്തിരിക്കും. നമ്മളത് യാഥാർത്ഥ്യമാക്കി കൊടുക്കേണ്ട വലിയ ചുമതലയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം ഈ ദുർഭരണം കേരളത്തിനെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് നിങ്ങളോട് വിശദമായി സംസാരിച്ചു. നാടിൻ്റെ സമ്പദ്ഘടന മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഒരു നാടിൻ്റെ നട്ടെല്ലാണ് അതിൻ്റെ സമ്പദ്ഘടന. ആ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ് കേരളത്തിൻ്റെ. നിങ്ങളതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, അടുത്ത മാസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും, ഒരു സംശയവും വേണ്ട. പക്ഷെ പോകുന്ന പോക്കിൽ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ആലോചിച്ച് നോക്കിയേ, കടത്തിൻ്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 12 മാസമായി നിങ്ങൾക്കറിയോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും വളരെ താഴെയാണ് നമ്മളെക്കാൾ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോയ്ക്കൊക്കെ കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ മരുന്നില്ല. മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾക്ക് സപ്ലൈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. KSRTC തകർച്ചയിലേക്കാണ്, സാധാരണക്കാരൻ്റെ വാഹനം. വൈദ്യുതി ബോർഡ്, ജോസഫ് സാറൊക്കെ മന്ത്രിയായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് നമ്മൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. നമ്മൾ ലാഭത്തിലാക്കി ഇറങ്ങിപ്പോന്നതാ. 10 കൊല്ലം കൊണ്ട് എന്താണ് അതിൻ്റെ നഷ്ടമെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ 50,000 കോടി നഷ്ടത്തിലാണ്. ഇപ്പൊ തന്നെ 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. 5ാമത് കൂട്ടാൻ എഴുതി കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന തകർന്നപ്പോൾ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ക്ഷേമനിധികൾ തകരുകയാണ്. ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 100 കോടി, ഫോൺ ചെയ്യല്ലേ 100 കോടി വാങ്ങിച്ചുകൊണ്ട് പോയി ചുമട്ടുതൊഴിലാളി ക്ഷേമനിധിയിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തേക്കുക. എന്തിനാണെന്നറിയോ? വീണ്ടും അതിൽ നിന്ന് 250 കോടി രൂപ എടുക്കുക. ക്ഷേമനിധികളിൽ നിന്നൊക്കെ പണം എടുത്തുകൊണ്ട് പോവാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് 10,000 കോടിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ആര് വീട്ടിൽ തീർക്കും? എല്ലാം തകർത്തിട്ട് പോവുകയാണ്, എല്ലാം നശിപ്പിച്ചിട്ട് പോവുകയാണ്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഒരു നയാ പൈസ ഇല്ല. നമുക്കിപ്പോൾ നമ്മൾ പ്രതിപക്ഷത്ത് മാത്രമല്ല, നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്, അല്ലേ? ഇവർ പരാജയപ്പെട്ട സ്ഥലത്തൊക്കെ നമുക്ക് വിജയിക്കണ്ടേ? ഇവർ തകർത്ത സ്ഥലത്തെല്ലാം കേരളത്തിനെ നമുക്ക് പുനർജനിപ്പിക്കണ്ടേ? അതിനാണ് പുതുയുഗ യാത്ര. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസ്ഥാനം 2 വർഷം നീണ്ടു നിന്ന ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളുമായി ചർച്ച ചെയ്ത്
ബദൽ പരിപാടികളുമായി, സമഗ്ര പദ്ധതികളുമായി, സർവ്വസന്നാഹങ്ങളോടും കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവർ തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. അതിന് കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് വേണം, തന്ത്രപൂർവമായ നികുതി ഭരണം വേണം, കാർക്കശ്യം വേണം, ഖജനാവിൻ്റെ ചോർച്ച തടയാൻ, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കണം. ഇതെല്ലാം ചെയ്ത് ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിൻ്റെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാ ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി, അല്ലാതെ പൈസ ഇല്ലാതെ പ്രഖ്യാപനം നടത്തുന്നതല്ല. അതായിക്കഴിഞ്ഞാൽ സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം ചേർത്തു നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റി, കണ്ണീരൊപ്പി, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിൽ മാറ്റമുണ്ടാക്കും. അതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ 1.5 വർഷക്കാലം മുമ്പ് പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയായില്ലേ? കണ്ടില്ലേ വാർത്തകൾ വന്ന് 5 വർഷമായിട്ട് വയറ്റിൽ കത്രിയെന്ന്. എന്താ മറുപടി? 60 വർഷം കിടന്നാലും കുഴപ്പമില്ലാന്ന്. അവരുടെ ആരെങ്കിലും വയറ്റിലാണെങ്കിലോ കുഴപ്പമുണ്ടാവില്ല. പാലക്കാട് നെന്മാറയിൽ ഒരു കുട്ടി വീണ് പരിക്കേറ്റു ചെറുതായിട്ട് കൈക്ക്. ആശുപത്രി ചെന്നതാ ചികിത്സിച്ച് കൈ മുറിച്ചു മാറ്റി. ആ കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ചോദിച്ചു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, എൻ്റെ കൈ എവിടെ പോയി അമ്മയെന്ന്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാവരുടെയും ചങ്ക് തകർന്നു പോയി. ഈ ക്രൂരന്മാരുടെ മാത്രം. അവർക്കിതൊന്നും പ്രശ്നമല്ല. ഒരു യന്ത്രക്കൈ വെച്ചു കൊടുക്കാനുള്ള സഹായം പോലും ആ കൊച്ചിന് ചെയ്തില്ല. ഇവർ മുറിച്ചു കളഞ്ഞാണ്. ഇവരുടെ അനാസ്ഥ, ഇവരുടെ സിസ്റ്റം. ഇവർ വെന്റിലേറ്ററിലാക്കി കിടത്തിയിരിക്കുന്ന ആരോഗ്യ കേരളത്തെ UDF ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്തും. നമ്മൾ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് 300 ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത ഒരു ആരോഗ്യരേഖ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കേരളത്തിൽ നടപ്പാക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് വേണ്ടി അത് നടപ്പാക്കിയാൽ ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആവും കേരളം. സംശയമൊന്നും വേണ്ട. നമ്മളൊരു വിദ്യാഭ്യാസ രേഖ തൃശ്ശൂരിൽ അവതരിപ്പിച്ചു. ഇപ്പം 40-50 ലക്ഷം രൂപ മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ് യൂണിവേഴ്സിറ്റിയിൽ. പ്രോഗ്രാമുകൾ അല്ലേ? UDF വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും UK-യിലും യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ 2 ഓപ്ഷൻ. ഒന്നുകിൽ തൊഴിൽ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാൻ സഹായം. അതിനായി കേരളം ഇന്ന് വരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. കാർഷിക മേഖല എന്തെല്ലാം വാക്കാ തന്നത്? റബ്ബറിന് 250 രൂപ. എവിടെ? ഒന്നും ചെയ്തില്ലല്ലോ. വന്യജീവി ആക്രമണം തടയാനുള്ള പദ്ധതി കാർഷിക മേഖലയിൽ സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ, ഉൽപാദന ചെലവ് പ്ലസ് 50%. ഏത് ഉൽപ്പന്നത്തിനും തറവില, റബ്ബറും നാളികേരവും നെല്ലും പച്ചക്കറിയും. കർഷകരെ ചേർത്ത് നിർത്തി മണ്ണിനോട് അദമ്യമായ ബന്ധമുള്ള കർഷകരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല UDFിൻ്റെ അടിത്തറയാണ് കർഷകർ. ക്ഷീര കർഷകർ, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ക്ഷീര കർഷകർ, അവർക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാവും. ഞങ്ങളൊരു സ്വപ്നതുല്യമായ ഒരു പദ്ധതിയുണ്ട്. കേരളത്തിന് 600 കിലോമീറ്റർ കടലാണ്, പ്രകൃതിയുടെ വരദാനമാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ. ഇതെല്ലാം സംയോജിപ്പിച്ച്
നമ്മൾ മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. അത് ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% ഇതിൻ്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും. റോഡ് ഫ്രീ ആവും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിപ്പിച്ച വിശദമായൊരു ടൂറിസം പ്രോജക്റ്റ്. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്നുള്ള UDFിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ പറഞ്ഞത് ഇത്തരമൊരു പരിപാടി നടത്താൻ കേരളം പോലുള്ളൊരു മനോഹരമായ സ്ഥലം ലോകത്തൊരിടത്തും ഇല്ല എന്നാണ്. ഞാൻ ഇനിയും ഇഷ്ടംപോലെ പദ്ധതികളുണ്ട്. ഞാൻ ഇവിടെ നിർത്തുകയാണ്, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മലയാളികൾക്കെല്ലാം ഒരു കാര്യം ബോധ്യമാവും. ഇവർ വരുന്നത്, എല്ലാവരും വരുന്നത് പോലെ ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് UDFിന് വേണ്ടി വാക്ക് തരുന്നു. ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല. നമ്മുടെ കേരളം ഇനി മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതൊന്നും അല്ലല്ലോ ചർച്ച വർഗീയതയാണ്. സംഘപരിവാറിനൊരു രീതിയുണ്ട്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, അവർക്ക് വിഷമം വരും. അപ്പം നമ്മളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കുമ്പോഴാണ് അവർക്ക് സമാധാനം ഉണ്ടാവുന്നത്. ചിലർക്ക് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സങ്കടം സംഘപരിവാറിൻ്റെ അതേ പാതയിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്ത് അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. അവർ തമ്മിൽ നല്ല ബന്ധമാണ്. ഇരട്ടച്ചങ്കെന്നൊക്കെ ചുമ്മാ പറയുന്ന. ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കും. അല്ലാതെ ഒരു കാര്യമില്ല. ഇവർ ഇപ്പോൾ പിണറായി വിജയനാണ് കേരളത്തിൽ വർഗീയതയുടെ തിരികൊളുത്തിയിരിക്കുന്നത്. കാരണം സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറിപ്പോണം. ഒരു ചർച്ചയും വരാൻ പാടില്ല. വർഗീയത ചർച്ച ചെയ്താൽ പിന്നെ ഓർന്നു വരില്ല. പക്ഷെ അവർ മറന്നുപോയി, ഇവിടെ UDF ഉണ്ട്. ഒരാളും വർഗീയത പറയണ്ട. ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. പറഞ്ഞാൽ ഏത് കൊല കൊമ്പനായാലും നമ്മൾ ചോദ്യം ചെയ്യും. വേണ്ടേ? സാധാരണ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒന്ന് ഇളകും എല്ലാവരും. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും നോ കോംപ്രമൈസ്. ചിലർ വരും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്. എടോ, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയണ്ടെന്ന് പറയും. അതാണ് നിലപാട്. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചുനാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാവും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ജീവിക്കുന്ന ഈ കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. മതേതര കേരളം നമ്മുടെ ഈ മതേതര നിലപാടിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. നിങ്ങൾ നോക്കിക്കോ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ തലയെടുപ്പോടുകൂടി നമ്മുടെ കേരളം നിൽക്കും. ഇതാണ് മതേതര കേരളം എന്ന് രാജ്യത്തോട് വിളിച്ചു പറയും. നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടും. ഇവർക്കിപ്പോ കളവോട് കളവാണ്. പോണ പോക്കല്ലേ. ഇപ്പൊ എല്ലാം കട്ട് അവസാനം സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ കട്ടു തുടങ്ങി. ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPMന് ലോട്ടറി അടിക്കുന്ന പോലെ ബമ്പർ. അപ്പൊ പിരിവ് തുടങ്ങാണ്, എന്നിട്ട് കളക്ട് ചെയ്യാണ്. ശബരിമലയിലോ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് എന്തൊരു തൊലിക്കെട്ടിയാണ് ഇവരുടെ. ഞാൻ സമ്മതിച്ചു, തൊലിക്കെട്ടി. 3 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുക. സ്വർണം മാത്രമോ? അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള സ്വർണം പൊതിഞ്ഞ അതിമനോഹരമായ ദ്വാരപാലക ശില്പം CPM നേതാക്കൾ കൊണ്ടുപോയൊരു കോടീശ്വരന് വിറ്റു. കോടികൾ പോക്കറ്റിലാക്കി. അയാളെ പറ്റിച്ചു. അയാൾക്കറിയില്ലല്ലോ ഇത് കള്ള മുതലാണെന്ന്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഫേക്ക് മോൾഡ്, വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പില്. അതും അവിടെ ഇവിടെ പൂശിട്ട് കൊണ്ട വെച്ചേക്കുവാണ്. വ്യാജൻ. സമ്മതിക്കണ്ടേ? കോടതി പറഞ്ഞു 2019 മുതൽ ഈ കവർച്ച തുടങ്ങിയതാണ്.
കട്ടളപ്പടിയും വാതിലൊക്കെ അടിച്ചു മാറ്റി. ഇത് കട്ടത് ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ സാധാരണ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 കോടതി പറയുകയാണ്, വീണ്ടും ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി. അതായത് വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം. ഇപ്പൊ വീണ്ടും പൂശണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീണ്ടും കക്കണമെന്നാണ്. കോടതി ഇടപെട്ടു, അതുകൊണ്ട് നടന്നില്ല. ഞാൻ വിചാരിക്കുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടെന്നാണ്. കാരണം അയ്യപ്പന് മനസ്സിലായി ഈ പോക്ക് പോയ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവർക്കെതിരായിട്ടൊരു നടപടി എടുത്തിട്ടില്ല ഇതുവരെ. അച്ചടക്ക നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഗോവിന്ദൻ മാഷോട് ചോദിച്ചാൽ ഗോവിന്ദൻ മാഷ് പറയും, അത് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നടപടി എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. നടപടി എന്ന് പറയുന്നത് ഉപരിതല സ്പർശിയാണ്, ആഴത്തിൽ പറയുന്ന കാര്യമല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ വേദനയാണ് ഇത് പറയുന്നത്. വല്ലതും മനസ്സിലായ? ആർക്കും ഒന്നും മനസ്സിലായില്ല. പുള്ളി ഇങ്ങനെ പറയുള്ളൂ, മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടൂല. നമുക്ക് ആർക്കും ഒരു പിടിയും കിട്ടൂല. എന്ത് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ആ പാർട്ടി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഉറങ്ങി നേരം വെളുത്തപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഭയങ്കര അയ്യപ്പ ഭക്തി. ആഗോള അയ്യപ്പ സംഗമം. അയ്യപ്പനേക്കാൾ വലിയ പടമാണ് പുള്ളിയുടെ വെച്ചത്. ഒരാഴ്ചക്ക് മുമ്പാണ് മനസ്സിലായത്. ഒടുക്കത്തെ കളവായിരുന്നു അവിടെ. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് ചെലവായ പൈസ എത്രയെന്നറിയോ? 12 കോടി രൂപ. ആലോചിച്ചേ, 600 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ കണക്ക് 3000 പേര്, ലഞ്ച് കഴിച്ചത് 4000 പേര്, അത്താഴം എല്ലാം എഴുതിയെടുക്കുക കള്ളക്കണക്കേ. അത്താഴം കഴിച്ചത് 5000 പേര്, കിടക്കവരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. ആ ഭജന സംഘം പറയാ, ഞങ്ങൾ ആ പ്രദേശത്തേക്ക് പോലും പോയിട്ടില്ല, ആ ജില്ലയിൽ പോലും പോയിട്ടില്ല. നോക്കിയേ, ഞാനിപ്പോൾ ഡീൻ കുര്യാക്കോസിനോട് പറഞ്ഞു വണ്ടിയിലിരുന്ന്, ഇതുപോലെ പണ്ട് കൊല്ലം കോർപ്പറേഷൻ CPM ഭരിക്കും, ഇപ്പം നമ്മളെ ഭരിക്കണം, ഒരു ഫെസ്റ്റിവൽ നടത്തി. പ്രേമൻ അറിയാം നന്നായിട്ട്, പ്രേമൻ പറയില്ല. ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നതിന് കണക്കുണ്ടാക്കി. കുതിരയെ വാഹനത്തിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ വാഹനത്തിൻ്റെ നമ്പർ വൗച്ചറിൽ എഴുതി കൊടുത്തു. കുതിരയെ കൊണ്ടുവന്ന വാഹനം. ഓഡിറ്റുകാർ ലോക്കൽ ഫണ്ട് ഓഡിറ്റാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയാം? മാരുതി 800. ആലോചിച്ച് മാരുതി 800-ൽ കുതിരയെ കൊണ്ടുവന്ന ബിരുദന്മാരാണ് അയ്യപ്പൻ്റെ ഈ പണം അടിച്ചു മാറ്റിയത്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, അല്ലേ? കൊള്ളക്കാരുടെ സർക്കാർ. അവരിപ്പോൾ പ്രഖ്യാപനം, ഇടുക്കി ജില്ല മുഖ്യമന്ത്രി വന്ന കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പ്രസംഗിച്ച ഓർമ്മയുണ്ടോ? 18,000 കോടി രൂപയുടെ പാക്കേജ്. 20 കോടി പോലും കൊടുത്തിട്ടില്ല, 20 കോടി പോലും. ഈ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിന് ഒരേ വിലയാണ്. ഒരു കാര്യമില്ല. വേറെ പ്രഖ്യാപനമുണ്ട്. 2021 പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 ആക്കും. കുറേ പാവങ്ങൾ വോട്ട് ചെയ്തവർക്ക് ഇത് കണ്ടിട്ട് 900 രൂപ കൂട്ടി കിട്ടണല്ലേ. 5 കൊല്ലോണ് ഭരണം, 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടിയത്. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത്. മലയാളി എന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു, പോളിംഗ് ബൂത്തിൽ പോയി UDF-ന് വോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ഒരു നേതാവുണ്ടല്ലോ, ഈ ജില്ലയിലെ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരാൾ, 1 2 3 അത് തന്നെ. പുള്ളി പറഞ്ഞു, വോട്ടർമാരെ പറഞ്ഞു, കൊള്ളരുതാത്തവന്മാര് ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF-ന് വോട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, സഖാവേ, അവർ കൊള്ളരുതാത്തവരല്ല വോട്ടർമാർ, ബുദ്ധിയുള്ളവരാ നിങ്ങളെക്കാൾ. അവർക്കറിയാം 5 കൊല്ലം നിങ്ങൾ ഓഫർ ചെയ്ത പെൻഷൻ 2 മാസം കൊടുത്തുള്ളൂ. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം അവർക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകി. നമ്മുടെ ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. എൻ്റെ ചോദ്യം ഇടുക്കി ജില്ലയിലെ സഹപ്രവർത്തകരോടാണ്. ഇടുക്കി ജില്ലയിൽ നമുക്ക് 5-ൽ 5 സീറ്റും വേണം ഇപ്രാവശ്യം. ഇത് ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് എന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തെളിയിച്ചതാണ്. തൂത്തുവാരിയിരിക്കുകയാണ് നമ്മൾ ഈ ജില്ല. ഇവിടെ നമുക്ക്
ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാകണം. ഞാനിന്ന് രാവിലെ മുതൽ അടിമാലിയിലെ പരിപാടിയിൽ തുടങ്ങി 5ാമത്തെ നിയോജകമണ്ഡലത്തിലെ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നട്ടുച്ചയ്ക്കും മഴയത്തും എല്ലാം അത്ഭുതം തീർന്ന ജനക്കൂട്ടമായിരുന്നു. ഈ പരിപാടി വിജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ജില്ലാ UDF കമ്മിറ്റിയെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ എല്ലാവരോടും ഞാൻ പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രദ്ധേയമായ സ്വീകരണം നൽകിയ നിങ്ങളോട് നന്ദി പറയാൻ വാക്കുകളില്ലാതെയും ഞാൻ ചുരുക്കുന്നു. നമസ്കാരം.